ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനോസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് മിൽക്കി നട്ട് കേക്കിന്റെ ഒരു ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കേക്കാണ്, പക്ഷേ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. ഒരു കിലോ മിൽക്കി നട്ട് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും അതിനൊപ്പം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഞാനിപ്പോ 1 തവണ അരിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഏത് രീതിയിലായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കട്ടയൊന്നും ഇല്ല, നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസ്, ബദാം, ഞാൻ ഇതിനൊപ്പം തന്നെ പിസ്തയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ വിട്ടുപോയതാണ്, നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഉള്ള നട്ട്സ് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ പൊടിച്ചെടുത്തോളൂ. ഇതുപോലെ നമുക്ക് ഈ കേക്കിന്റെ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും നമുക്ക് ഈ 1 കിലോയുടെ സ്പഞ്ചിന് ആവശ്യമില്ല കേട്ടോ. ഞാൻ മൊത്തം പൊടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഏകദേശം ഒരു 3.5 കിലോ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന 1 കിലോ സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമ്മൾ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പൊ 4 കോഴിമുട്ട എല്ലാം നിങ്ങൾക്ക് 3 കോഴിമുട്ടയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അതിനൊപ്പം തന്നെ 1 കപ്പ് പഞ്ചസാരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിൽ നല്ലത് പഞ്ചസാര ഇതുപോലെ പൊടിച്ച് 1 കപ്പ് പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മിൽക്ക് എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മിൽക്കി നട്ട് കേക്കിന് മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 10 സെക്കൻഡോളം ഒരു ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റുക. ഓവർ മിക്സ് ആവാൻ പാടില്ല. അപ്പൊ ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്കിംഗ് മോഡിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ബിരിയാണി പോട്ടിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മുട്ടയുടെ മിക്സുമായിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും സ്പാച്ചുലാസ് യൂസ് ചെയ്യുക. എന്നിട്ട് സ്ലോയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. 2-3 തവണയായിട്ട് നമ്മൾ ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ബാറ്റർ പെർഫെക്റ്റ് ആയാലും നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു 1/4 കപ്പ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ നിങ്ങൾ 3 എഗ്ഗാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് ചേർക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ 1/4 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കേക്ക് ടിന്നാണ്. കേക്ക് ടിൻ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 എണ്ണത്തിൽ ഞാൻ 2 ഇതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ഹൈറ്റ് വേണം. അപ്പൊ ഞാൻ 1/2 കിലോയുടെ 2 മോഡലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ 8 ഇഞ്ചിന്റെ ഒരു മോഡൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോ 2 മോഡലാക്കിയിട്ട് ഇത് രണ്ടും ഒഴിച്ചിട്ട് ചെയ്യാണ്. അപ്പൊ ഇതിലേക്ക് ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാറ്റർ തന്നെ ഞാൻ 2 ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് അളവിലൊന്നും അല്ല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം എനിക്ക് ഹൈറ്റ് മതി. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് മെഷർമെന്റ് ഇപ്പൊ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. 2 കൂടി ചേർന്ന് 1 കിലോ കാണും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് നമ്മുടെ ഓവനിലേക്ക് ഇത് 2 കൂടി നമുക്കങ്ങ് വെച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിരികെയോ ഒരടപ്പോ എന്തെങ്കിലും ഒരു ബിരിയാണി പോട്ട് അതുപോലത്തെ ചരുവമായാലും മതി കേട്ടോ. നല്ല ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ചരുവായിരുന്നാലും മതി. അതിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് വെച്ചാൽ മതി. മണലോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഉപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തിരികെ വെച്ചിട്ട് നമുക്കൊരു 40 മിനിറ്റ്സ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ നല്ല രീതിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് നോക്കിയിട്ടല്ല ഒഴിച്ചിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടി 2 മോഡലായിട്ട് അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ 1/2 കിലോയുടെ കേക്ക് വീതം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നോക്കി തന്നെ ചെയ്യാം. അതായത് നിങ്ങൾ ബാറ്റർ ഒഴിക്കുന്നത് ഈക്വൽ ആയിട്ട് അളന്നൊഴിക്കാം. അപ്പൊ കേക്കിന്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആണ് എടുക്കേണ്ടത്. നമ്മളിപ്പോ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ
പൗഡേർഡ് ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നമുക്കൊന്ന് 1 2 3 4 5 അങ്ങനെ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഒരിക്കലും 1 സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം 2 സ്പീഡിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് 1 സ്പീഡിലേക്ക് വന്ന് ബീറ്റ് ചെയ്യാതിരിക്കാം. ഇപ്പൊ നന്നായിട്ട് തന്നെ ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു മിക്സ്, അതായത് നമുക്ക് ഒന്ന് വിറ്റ് ചെയ്യാനുള്ള ഒരു മിക്സ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു മിൽക്കി നട്ട് കേക്കിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന ഇതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. അതുകൊണ്ടാണ് കുറച്ച് തിക്ക് ആയിട്ടുള്ളത്. അപ്പൊ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഇത് മിക്സ് ആവുള്ളൂ. ഈ ഒരു മിക്സ് വെച്ച് വേണം നമ്മൾ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു മിൽക്ക് എസൻസ് മിൽക്കി നട്ട് കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കണം. എന്നാലേ നമുക്ക് ഇത്രയൊരു ടേസ്റ്റിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു മിക്സിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂസും ബദാമും അതുപോലെ പിസ്തയും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ക്രഷ് ചെയ്ത് വെക്കാനായിട്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങിന് കൊടുക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എല്ലാം ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ സൈഡ് ഒന്ന് നൈഫ് കൊണ്ടിട്ടൊന്ന് കറക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്കിനകത്തെല്ലാം നട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റിച്ച് ആയിട്ട് തന്നെയാണ് ചെയ്തത്. നട്ട്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഉള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ പിസ്ത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദാമും കാഷ്യൂസും ഒക്കെ വെച്ചാണ് ചെയ്തെടുക്കാം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നട്ട്സ് ചേർത്തിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പൊ നമ്മൾ ഈ 1 കിലോ 2 സ്പഞ്ച് റെഡിയാക്കി, അതായത് 1/2 കിലോയും 2 സ്പഞ്ചും അതുപോലെ തന്നെ 2.5 കിലോയുടെ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പഞ്ച് കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ 3.5 കിലോയുടെ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ 1 കിലോയുടെ റെസിപ്പി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള 1 കിലോയുടെ മെഷർമെന്റ് ആണ് നമ്മൾ കാണിച്ചു പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ആ ഒരു 1/2 കിലോയുടെ 2 കേക്ക് നമ്മൾ 2 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു നൈഫ് കൊണ്ടിട്ടൊന്ന് കറക്കി വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് നൈഫ് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് 2 ലെയർ വെച്ച് 2 കേക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 3 ലെയർ ആക്കുന്നില്ല, ഇത് നമ്മൾ 2 ലെയർ വീതം. ഇപ്പൊ നമുക്കൊരു 4 ലെയർ ഈ 1 കിലോയ്ക്ക് കിട്ടും. ഈ ഒരു കേക്കിന്റെ ഫില്ലിങ്ങിന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗനാഷും കൂടെ റെഡിയാക്കി എടുക്കണം. വളരെ കുറച്ച് 1 കിലോയ്ക്കുള്ള ഗനാഷിന്റെ റെസിപ്പിയാണ്. അതായത് ഇതിന്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ടോപ്പിൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഗനാഷ് റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ട് ആ വെള്ളത്തിൽ തട്ടി നിൽക്കരുത് നമ്മുടെ ബൗള്. അതിൽ വെള്ളത്തിന്റെ ഒരു ചൂട് കൊണ്ട് വേണം ഇത് മെൽറ്റായി കിട്ടാൻ കേട്ടോ. ഇപ്പൊ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ടോപ്പിൽ ഗനാഷ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് താഴത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിൽക്കിന്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ വെറ്റ് ചെയ്തെടുക്കുമ്പോൾ താഴത്തെ ലെയർ വെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് അങ്ങ് വെറ്റായി പോരുത്. കാരണം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു. അപ്പം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ തട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അങ്ങ് കുതിർന്നു പോയിട്ടുണ്ടോ. എന്നാലും എല്ലാ ഭാഗത്തും നന്നായിട്ട് വെറ്റാവുകയും വേണം. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഇതിലേക്ക് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. അതായത് നമ്മൾ കേക്കിന് ഒരു മധുരം ഉണ്ട്, അതിനൊപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സ് അതിന് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഇതാണ്. അതിന്റെ കൂടെ നമ്മൾ ഗനാഷും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം മധുരം കാണും, നല്ല മധുരം കാണും. അതുകൊണ്ട് തന്നെ ഗനാഷ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ മടുപ്പിക്കും. അതുകൊണ്ട് ഗനാഷ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കേക്കിന് നമുക്ക് ഗനാഷ് ചേർത്ത് കൊടുക്കണം, എന്നാലേ അതിന്റെ ഒരു ഇതെന്താണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗനാഷ് നമ്മുടെ ക്രീമിന്റെ മുകളിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ നട്ട്സ് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓരോ ലെയറും നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റെങ്കിലും ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുക, ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വരച്ചു കൊടുക്കുന്ന വെച്ചാൽ ഇതിന്റെ മുകളിൽ നമുക്ക് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് ക്രീം സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രേപ്പ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, മുകളിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ്. നമ്മൾ 2 ഷെയ്ഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു പുറത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോ ഐറബേബിയുടെ, അതായത് എന്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സിന്റെ കളറാണ് ഗ്രേപ്പ് കളർ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വൈറ്റും ഗ്രേപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളറാണ് നമ്മൾ ഈ ഒരു കേക്കിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്.
അപ്പൊ ഈ ഒരു രീതിയിൽ 2 കളറായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കേക്കിന്റെ ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ഗനാഷ് ഒഴിച്ചിട്ട് ചെയ്യാം, ടോപ്പിൽ നിന്ന് ഫുള്ള് ഗനാഷ് ഒഴിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്ന ഡിസൈൻ ഇങ്ങനെ 2 കളറിലാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഈ ഡിസൈനിലൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ താഴത്തെ നമ്മുടെ ഒരു 2.5 kg കേക്കിന്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ലെയറിലാണ് നമ്മൾ ഫസ്റ്റ് 1 kg കേക്കും സെറ്റ് ചെയ്തിട്ടുള്ള. കുറച്ച് ബട്ടർഫ്ലൈസും ഒരു 2-3 ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഈ ഒരു ഡിസൈനിലേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസൈൻസും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേക്കിന്റെ ഡിസൈൻ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.